എന്താണത്? വാണം. എന്തുവാ? വാണം. കൊച്ചമ്മേ, ഉള്ളവളെ ആഹാ, പോളിയോ എവിടെ നാടേ? ചീനാന്നേ. ആഹാ, ഈപ്പൻ എത്ര മലയാളി? അളിയാ എത്തിയുള്ളേ. വഴിക്ക് വെച്ചേ ഒരു അമറൻ രക്കിനെ കണ്ടു. വളഞ്ഞോടെ ആ എങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? എന്തോന്ന്? എല്ലാവർക്കും കൂടി ഒന്ന് കാണണ്ടേ? ആ ഇല്ലടാ അവിടെ. പണ്ടേ ഏ കാണാൻ വിടൂ. വാണം ഉത്തരം തരൂ. കിട്ടിയാ കൊള്ളാം. വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എക്സ്ക്യൂസ് മീ അളിയ, ഞാനൊരു ശകലം ആയിപ്പോയി. അളിയൻ അതിൽ വിരോധം കുറവൊന്നുമില്ലല്ലോ? ഹേയ്, എന്തോന്ന് വിരോധക്കുറവ് കൊച്ചളിയാ. ഡവർത്തോട്ടത്തിന്റെ ഏക്കറേജ് കൂടുമ്പോ വലിയ വീട്ടിലെ പിള്ളേരുടെ ഒരു സ്റ്റൈലായത്. എന്തോ അളിയ, എന്താ അളിയ അത്ര അളിയ? എന്താ ശരിയാത്. അളിയനൊരു സ്മോള് കഴിക്കുന്നോ? എടാ കൊച്ചു കഴിവുള്ളവനെ, നിന്റെ ഈ കള്ളുകളി ഉണ്ടല്ലോ അങ്ങ് കാഞ്ഞിരപ്പള്ളി കൊണ്ട് വെച്ചാ മതി. നിലയ്ക്കലെ പാരമ്പര്യമുള്ള മതിലേക്കിളിത്ത തറവാട്ട് മഹിമ ഉള്ളവരാണ് ഈ കാഞ്ഞിരപ്പള്ളിക്കാർ. ഞാൻ കൊള്ളാം. അതിലളിയന് വിരോധക്കുറവൊന്നും ഇല്ലല്ലോ. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത്. അങ്ങനെയുള്ള എന്റെ പെങ്ങടെ വാക്ക് എന്റെ വരുവാക്ക് ഒരു ഇടക്കുറവ് വരാൻ ഞാൻ സമ്മതിക്കല്ല അളിയാ, സമ്മതിക്കല്ല. ആ സമ്മതിക്കരുത്. എന്നാലേ ഞാൻ അവരിട്ട് കൊടുത്തു. ഒറ്റ പൊട്ടി. മിടുക്കൻ, മിടുമിടുക്കൻ. ആ അതാണ് എന്റെ അളിയൻ, എന്റെ പൊന്നളിയൻ, എന്റെ പൊന്നു കുടത്തളിയൻ. ചുമ്മാ പോളി, എന്നാടാ ഈ കാണിക്കുന്നേ? പോയി വല്ലതും കഴിക്കുന്നുണ്ടോ? ആ വല്യേച്ചേ, കുഞ്ഞാങ്ങളെ ഒന്ന് വിളിച്ചോണ്ട് പോ. എന്റെ പൊല്ലേച്ചേ, പൊന്നിൽ കുടത്തേച്ചേ. കൊല്ലളിയോ പൊന്നേച്ചി.
എന്റെ പൊന്നമ്പടൂ. പോളി, ചേച്ചി ആരാ ആരാ ചേച്ചി? നിനക്കിട്ട് ഞാൻ ഹലോ, ഞാനാണ് സിസി. സഞ്ജു, എനിക്ക് ആകെ പേടിയാവുന്നു. ചാച്ചൻ എന്ത് വിചാരിച്ചോ എന്തോ. എന്റെ പൊന്നു സഞ്ജു, പോളിച്ചായന്റെ അടുത്ത് വഴക്കിന് പോകരുത്. എനിക്ക് വേണ്ടി പോട്ടെന്ന് വെക്കൂ പ്ലീസ്. സിസിലി, കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങാനുള്ള പ്രായമായി നിനക്ക്. യു ആർ ഗ്രോൺ അപ്പ് നൗ. വീട്ടിലെ അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടി വളർന്ന നിന്നെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ ഒന്ന് അടുത്തിരുത്താനോ ഓമനിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ വളർച്ച പോലും ദൂരത്ത് നിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്റെ അമ്മയെ ഭയന്നു മാറുകയായിരുന്നു. ഐ ആം ആൻ അൺലക്കി ഫാദർ. ഒരു കുടുംബ ജീവിതത്തിൽ കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഐ ആം ആൻ അൺലക്കി ഹസ്ബൻഡ്. ഈ ചുറ്റുപാടിൽ എന്റെ മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മയോടൊപ്പം നീയും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. മോളെ, ഞാൻ ജീവിക്കുന്നത് തന്നെ നീ എന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ചാച്ചൻ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു. എന്റെ ഏകാന്തതയിൽ എനിക്ക് മറ്റൊരു അഭയമില്ലായിരുന്നു. അല്ലേ?
ഓർമ്മിക്കാനായി തരുന്നത് നിരസിക്കരുത്. വേണ്ട സഞ്ജു, എനിക്കിനി ഓർക്കാനായി ഒന്നും വേണ്ട. എനിക്ക് വേണ്ടി ചാച്ചന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. I love him, man. ഇനി നമുക്കിവിടെ പിരിയാം. എന്നെ എവിടെയെങ്കിലും ഇട്ടേച്ചു പോകരുത്. മകനെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിക്കോ, ഇല്ലേ മരുന്നിന്റെ ഹെലമായിരിക്കും. അതിന് അവനിപ്പോ എന്തോ ചെയ്തെന്ന? അയലത്തെ പെണ്ണിനോട് സരിഗമ. സരിഗമ? അവനോട് പറഞ്ഞേരെ നമുക്ക് ശരിയാക്കാവുന്ന. പന്തലിട്ടോ. എന്തിനാടി ഹോട്ടലിൽ പോയത്? എന്തിനാ പോയെന്ന്? ഏത് ഹോട്ടലിൽ? അമ്മ എന്തായി പറയുന്നത്? കണ്ടവന്റെ കൂടെ ഹോട്ടലിൽ തെണ്ടി നടന്നിട്ട് ഒന്നും അറിയില്ല അല്ലേടി? അപ്പന്റെ കള്ളത്തിനും പഠിച്ച് ചാടിക്കൊടി. അവിടെ അവിടെ ട്യൂഷൻ പഠിത്തം. ഇന്നത്തോടെ എന്റെ കോളേജ് പോക്ക് അവസാനിച്ചിരിക്കുന്നു. ഇറങ്ങടി, ഇറങ്ങാൻ. ഇനി നിന്റെ പഠിത്തം കയറിപ്പോ താഴ്ന്ന മുറിയില്. ഫോൺ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞു പോയി. ചെറുപ്പം മുതൽ എന്റെ സാരിത്തുമ്പ കെട്ടി വളർത്തിയത് ഇതിനായിരുന്നോടി. അമ്മ എന്നെ കൂട്ടിലടച്ച് വളർത്തുകയായിരുന്നു. മകളെക്കാളേറെ ചങ്ങലക്കിട്ടൊരു പോമറേനിയൻ പട്ടിയായിരുന്നു ഞാൻ. നീ എന്താണ് പറഞ്ഞത്? ആസ്വദിക്കുകയായിരിക്കും. അല്ല, സഹതപിക്കുകയായിരുന്നു എന്റെ മോളോട്. അമ്മക്കുട്ടി, മിടുക്കൻ, മിടുക്കൻ, ഉന്നാര മോൻ അച്ഛന്റെ ജോലി ഒഴിവാക്കി തന്നു. നസ്രാണി പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന്.
തൃപ്തിയായി. അമ്മ അപ്പുറത്ത്, മോനും അപ്പുറത്ത്. എന്നാലും വേറെ എങ്ങും കണ്ടില്ലല്ലോടാ. അച്ഛൻ ഇത്ര ചീപ്പാകരുത്. ഓ, ഇപ്പൊ ഞാൻ ചീപ്പായി. ഞാൻ നിന്നെ വളർത്തിയതേ കണ്ട നസ്രാണി പെണ്ണിന്റെ പുറകെ പോകാനല്ല. ജാതി ഏതായാലും അവൾ പെണ്ണല്ലേ അച്ഛാ? ഓ, അപ്പൊ നീ പോകും. പോകാതിരിക്കാൻ പറ്റില്ല.